ആ അവിടെ നിർത്തിക്കോ എൻ്റെ പതുക്കെ ഇറങ്ങ് തല ഇളക്കണ്ട ആ കാശ് കൊടുത്ത കടുക്ക് പതുക്കെ ഇളകണ്ട പോയി കിടക്കും ഒന്ന് പറയണ്ട എൻ്റെ ചേച്ചിയെ കഷ്ടകാലം നേരത്ത് മുടിമുട്ടടിച്ചപ്പോ കല്ലുമഴ പെയ്തു എന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ ആ നമ്മുടെ കനകനെ ഡോക്ടർ ഇങ്ങനെ പരിശോധിച്ചോണ്ടിരിക്കുമ്പോഴേ അതന്നെ പറയണേ കനകനെ ഡോക്ടർ ഇങ്ങനെ പരിശോധിച്ചോണ്ടിരിക്കുമ്പോ ഇവൻ ഒരാവശ്യമില്ലാണ്ട് ജനലിൽ കൂടെ എത്തി നോക്കി ഇവനെ കണ്ടതും കനകൻ ആ പേപ്പർ വായിച്ചു കൊടുത്തു ഒറ്റ ഏറ 2 സ്റ്റിച്ച് ഉണ്ട് അവന് കുഴപ്പമൊന്നുമില്ല അവനൊരു ഇഞ്ചക്ഷൻ അടിച്ചു കഴിഞ്ഞാൽ രാവിലെ ഉണരുമ്പോ എല്ലാം മാറുന്നു ഡോക്ടർ പറഞ്ഞു എനിക്കൊന്ന് കാണണം അല്ല അവനൊരു കുഴപ്പമില്ലാന്ന് ഞാൻ അവിടെ നിക്കാന്ന് കരുതിയതാണ് അപ്പൊ ഇവൻ അവിടെ നിന്ന് അഡ്മിറ്റ് ആവാൻ പറഞ്ഞതാ അവൻ അവിടെ ഉള്ളതുകൊണ്ട് ഇവൻ അവിടെ കിടക്കാൻ പേടി അവൻ എന്തെങ്കിലും ചെയ്യുമെന്ന് അപ്പൊ ഞാൻ അവനെ കൂട്ടിട്ട് ഇങ്ങോട്ട് പോന്നു അല്ല ഭക്ഷണമൊക്കെ കൊണ്ടുപോകണ്ട എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഫാസ്റ്റിൽ ക്യാൻറ്റീനിൽ മേടിച്ചു കൊടുത്തോളും അല്ലെങ്കിൽ എന്നെ വിളിക്കും ആങ്ങളൊക്കെ ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കാനൊക്കെ അവിടെ ആളുണ്ട് എനിക്ക് എന്തെങ്കിലും എന്താ വിശക്കുന്ന ഗുളിക കഴിക്കാനുള്ളതാ അത് ഉറപ്പൊഴിക്കണ്ട കൊണ്ടേ കിടത്ത് എടി അത് ആണുങ്ങളുടെ പാടല്ലേ അവിടെ പെണ്ണുങ്ങൾക്ക് കയറാൻ പറ്റില്ലാന്ന് എനിക്കൊന്ന് കണ്ടാ മതി ഞാൻ അപ്പൊ തന്നെ പോന്നോളാം എടി അത് പ്രാന്തന്മാരുടെ ആശുപത്രിയല്ലേ അവിടെ എന്തെങ്കിലും സംഭവിച്ചാലോ അല്ല ഈ മാനസികമായിട്ടേ അസുഖമൊക്കെ ഉള്ളവരെ കൊണ്ടുവന്ന് നോക്കണ ആശുപത്രി അല്ലേന്ന് ഒരു കുഴപ്പമില്ലാന്ന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഫാസിൽ എന്നെ വിളിക്കാന്ന് പറഞ്ഞിട്ടുണ്ട് ആ നാളേക്ക് ഉണർന്ന ഒരു കുഴപ്പമുണ്ടാവില്ല എന്ന് ഡോക്ടർ എനിക്ക് ഉറപ്പ് തന്നിട്ടുണ്ട് പിന്നെ ഞാൻ കൊണ്ടുവരും ഉറപ്പല്ലേ പറയണു എന്തിനാ കരയണ എനിക്കില്ലേ വിഷമം അങ്ങനെ പ്രശ്നം ഉണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ട് പോരുമോ ഞാൻ നോക്കിക്കോളാം ചെല്ലേ പോയി കിടക്ക് ഇനി ഓരോന്ന് ആലോചിച്ച് പ്രഷർ കൂട്ടണ്ട ചെല്ലേ അമ്മനെ കൊണ്ടേക്ക ചെല്ലേ ഈശ്വര അസുഖം മാറിയാൽ മതിയായിരുന്നു ഇല്ലെങ്കിൽ ആ ഫാസിലിന്റെ കാര്യം കട്ടപ്പോകെ ഒരു കുഴപ്പമില്ല എല്ലാം ക്ലിയർ ആയിട്ടുണ്ട് ഒരു കുഴപ്പമില്ലാന്ന് പേടിപ്പിച്ച് കളഞ്ഞാവല്ലേ കുഴപ്പമൊന്നുമില്ല ഒരു കുഴപ്പമില്ല നോർമലാണ് ഇന്നലെ ഒന്ന് കിടന്ന് നന്നായിട്ട് കിടന്നുറങ്ങി രാവിലെ എണീറ്റ് നോക്കുമ്പോ ഒരു കുഴപ്പമില്ല കേറിക്കോ അങ്ങോട്ട് എന്താണ് ഒന്നുമില്ല പേടിപ്പിച്ചു കഴിഞ്ഞ മനുഷ്യനെ 2 ദിവസം കൂടി കഴിഞ്ഞാണെങ്കിൽ നീ എന്നെ കെട്ടിച്ചു വിട്ടേനെ അയ്യോ എന്താളിയാ എന്തു പറ്റി തലക്ക് ഒന്നുമില്ലാളിയാ ഇന്നലെ ഇത്രയും വലിയൊരു ഉൽക്ക നേരെ എന്റെ തലയിലേക്ക് വന്ന് പതിച്ചതാ എന്തമ്മാ എന്താ സൂക്ഷിച്ചൊക്കെ നടക്കണ്ട എന്റെ അളിയാ നീ എന്തിനാ എന്നെ പിടിക്കണേ കുഴപ്പമൊന്നുമില്ലാതാ കേട്ടോ ബാബാസിലെ ചാടിച്ചു പോ അയ്യോ എനിക്ക് വേണ്ടട്ടാ ഞാൻ KCB-യിലെ ഫാസിലാണ് അവിടെ പോണം ഞാൻ വേഗം വരാട്ടാ ആ ക്ലീറ്റോ കനകം പറഞ്ഞ മേരി ഏതാ മേരിയോ ഏത് മേരി ഏട്ടാ വാര്യത്തെ പുഷ്പ ഇപ്പൊ എവിടെയുണ്ട് വാര്യത്ത് പുഷ്പ ബോംബെയിലല്ലേ എന്തിപ്പോ ചോദിക്കും കാരണം